ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് കാൽക്കുലേഷൻസ് നടത്തുന്ന അതിഭയങ്കരമായൊരു കെമിക്കൽ കമ്പ്യൂട്ടറാണ് മരങ്ങൾ. നമ്മളൊന്ന് കണ്ണ് ചിമ്മുന്ന നിമിഷം കൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ആംഗിളും അതിൻ്റെ കൊമ്പുകളിലെ ഗ്രാവിറ്റിയും മണ്ണിലെ ഈർപ്പത്തിൻ്റെ ഓരോ മില്ലിമീറ്ററും അത് കൃത്യമായി അളക്കുന്നുണ്ടാകും. ചെടികൾ ഒന്നും മിണ്ടില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഒരുതരം ഗന്ധങ്ങളിലൂടെ അവ ഭയങ്കര സ്പീഡിൽ പരസ്പരം സംസാരിക്കാറുണ്ട്. ഒരു പുഴു വന്ന് അതിൻ്റെ ഇല കടിക്കുമ്പോൾ ആ പുഴുവിൻ്റെ ഉമിനീർ തിരിച്ചറിഞ്ഞ് മരം ഉടനെ തന്നെ ഒരു ഡാറ്റ പാക്കറ്റ് വായുവിലേക്ക് വിട്ട് അയൽക്കാരെ വിവരം അറിയിക്കും. ഈ സിഗ്നൽ കിട്ടിയാൽ മിനിറ്റുകൾക്കുള്ളിൽ ചുറ്റുമുള്ള മരങ്ങൾ ശത്രു വരുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ഇലകളിൽ കയ്പുള്ള വിഷം നിറച്ച് അവ തിന്നാൻ കൊള്ളാത്ത രീതിയിലാക്കും. ചില മരങ്ങളാണെങ്കിൽ യുദ്ധക്കളത്തിലെ ജനറൽമാരെ പോലെയാണ്. കടന്നലുകളെ വാടക കൊലയാളികളെ പോലെ ആകർഷിച്ച് തന്നെ തിന്നുന്ന പുഴുക്കളെ കൊന്നു തള്ളാൻ അവയ്ക്ക് പ്രത്യേകം കെമിക്കലുകളുണ്ട്. തലച്ചോറില്ലെങ്കിലും മരങ്ങൾക്ക് നാഡീവ്യൂഹം പോലെ പ്രവർത്തിക്കുന്ന ഭാഗങ്ങളും ആപത്ത് വരുമ്പോൾ ശരീരമാകെ വിവരമെത്തിക്കാൻ കഴിയുന്ന കോശങ്ങളിലൂടെ ഇലക്ട്രിക് പൾസുകൾ കടത്തിവിടാനുമുള്ള കഴിവുണ്ട്. സോ ഓർമ്മശക്തി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളും പേടിക്കാത്ത കാര്യങ്ങളും തിരിച്ചറിയാനും 30 ദിവസത്തോളം ഓർത്തു വയ്ക്കാനും കഴിയുമെന്ന് പല ചെടികളിലുമുള്ള പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. യഥാർത്ഥ മാജിക് നടക്കുന്നത് നമ്മുടെ കാലടിയിലാണ്. പക്ഷേ വുഡ് വൈഡ് വെബ് എന്നറിയപ്പെടുന്ന ഫംഗസ് ശൃംഖല ഒരു കാടിനെ മുഴുവൻ ഇൻ്റർനെറ്റ് പോലെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. കേബിളുകളിലൂടെ മദർ ട്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ തിരിച്ചറിയുകയും തണലിൽ പെട്ടുപോയ കുഞ്ഞു തൈകൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ഷുഗറുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അടുത്ത തവണ നിങ്ങൾ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ആലോചിക്കുക, അവ സത്യത്തിൽ ചിലപ്പോൾ നമ്മളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.